പാകിസ്ഥാൻ 1947 ഇന്ത്യയുമായി ചേർന്ന്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ കൂടെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു നാടായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ സ്വാതന്ത്ര്യം നേടി ഏകദേശം 70 വർഷം കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ അതേ 70 വർഷത്തിൽ ഒരു ഭാഗത്ത് ഇന്ത്യ, മറ്റൊരു ഭാഗത്ത് പാകിസ്ഥാൻ, ഈ രണ്ട് നാടുകളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് നാടുകളും ഒരേ അവസ്ഥയിലാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇല്ല എന്നാണ്. ഈ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഒരു പാകിസ്ഥാൻ ഇത്രത്തോളം വളരാതായതിന് കാരണം ഒരുപാട് പേർ ചിന്തിക്കുന്നത് ഇന്ത്യ അവർ എതിർത്തു, ഇന്ത്യ എതിർക്കണം എന്നുള്ള ഒരേ കാരണത്താൽ അവർ ഇന്ത്യയെ മാത്രം ഫോക്കസ് ചെയ്തതുകൊണ്ട് പാകിസ്ഥാൻ ജനങ്ങളെ അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അവിടെയുള്ള രാഷ്ട്രീയക്കാർ കാരണമാണ് ആ നാട് അത്രത്തോളം മോശമായി മാറിയത് എന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും ഒരു 50% ശരിയാണ്. അവിടെ ഇന്ത്യയുടെ എതിർപ്പ് കാരണം അവർ വളരാതെ പോയത് 50% ആണ്. ബാക്കി 50% പാമ്പിന് പാല് കൊടുത്ത് വളർത്തുന്നത് പോലെ അവർ വളർത്തിയെടുത്ത തീവ്രവാദമാണ് അവരുടെ ഈ നാശത്തിന്റെ കാരണം. പ്രധാനമായും അഫ്ഗാനിസ്ഥാനിൽ മാത്രം 23 തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാനെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാനിൽ തെഹ്രീക്ക് താലിബാൻസ് എന്ന ആ ഒരു സംഘടനയ്ക്ക് കീഴിൽ 64 ടെറർ ഗ്രൂപ്പ് പാകിസ്ഥാനെ മുഴുവനും നശിപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. വീണ്ടും പല കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ആദ്യത്തെ കാര്യം, ഈ പാകിസ്ഥാനും ഇന്ത്യക്കും എന്താണ് പ്രശ്നം? പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ എന്തുകൊണ്ട് ഒരുമയില്ല എന്ന് ചോദിച്ചാൽ ആദ്യത്തെ കാരണം ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിനെ അടിസ്ഥാനമാക്കി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല മതരാഷ്ട്രീയം, ഇങ്ങനെ ഈ രണ്ട് നാടുകൾക്കും ഇടയിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശരി, ഇതെല്ലാം ഒരു ഭാഗത്ത്. അതെല്ലാം മാറ്റിവെച്ചിട്ട് ആ പ്രശ്നങ്ങൾക്കപ്പുറം മറ്റു കാര്യങ്ങൾ, വളർച്ചയെ നോക്കി ഈ രണ്ട് നാടുകളും പോയോ എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിയതു മുതൽ ഇന്ത്യ എന്ന നാടിനെ ഒറ്റയ്ക്ക് വളർത്തിയെടുക്കണമെന്ന് ആരംഭത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, അത് ഏത് പാർട്ടി ആയാലും ഇന്ത്യയെ വളർത്തിയെടുക്കണമെന്ന് അവർ ചെയ്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ത്യ ഇന്ന് ഈ ഒരു നിലയിൽ നിൽക്കുന്നത്. ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ നമ്മൾ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് ഉള്ള ഒരു നാടായി നമ്മൾ മാറി. എന്നാൽ അതേസമയം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിരിഞ്ഞുപോയ പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥ ഒരു പാപ്പരാക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാനിൽ ഒരുമയില്ലാത്തതാണോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇൻഫ്ലുവൻസിനെക്കാട്ടിലും പാകിസ്ഥാനിലെ മിലിറ്ററിക്ക് ഉണ്ടായിരുന്ന ഇൻഫ്ലുവൻസ് ആയിരുന്നു കൂടുതൽ. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ജോലി, ആ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന റോളിന് കീഴിൽ ഒരുപാട് അധികാരികളുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരവർക്കുള്ള അധികാരം കൊടുത്തിട്ടുണ്ടാകും. അവർ മിലിറ്ററിയിലെ ആരെയും ആവശ്യമില്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. മിലിറ്ററി പേഴ്സൺസും ആവശ്യമില്ലാതെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല. എന്നാൽ അത് തന്നെ പാകിസ്ഥാനെ എടുത്ത് നോക്കിയാൽ അവിടെ അവസ്ഥ മറ്റൊന്നാണ്. രാഷ്ട്രീയ പ്രവർത്തകരെക്കാട്ടിലും അവിടെയുള്ള ആർമി ജനറൽസിന്റെ ഇൻഫ്ലുവൻസ് ആയിരുന്നു പാകിസ്ഥാന്റെ ഗവൺമെന്റിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബംഗ്ലാദേശ് ലിബറേഷൻ വാറാണ്. അന്ന് പാകിസ്ഥാന്റെ രാഷ്ട്രീയ പ്രവർത്തകർ, പാകിസ്ഥാന്റെ ആർമി ജനറൽസ്, അതായത് ഈസ്റ്റ് പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശും, ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ജനങ്ങളെ ഒരുപോലെ കണ്ടിരുന്നുവെന്നുണ്ടെങ്കിൽ, അവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നുവെന്നുണ്ടെങ്കിൽ ആ നാട് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയെ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇവിടെ വെസ്റ്റേൺ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നവർ ഒരു പടി മുകളിലും ഈസ്റ്റേൺ പാകിസ്ഥാനിലുള്ളവരെ ഒരു പടി താഴെയും, ഒരു പടി എന്ന് പറയുന്നതിനെക്കാട്ടിലും പല പടികൾക്ക് താഴെയുമാക്കി അവരെ എല്ലാവരെയും അടിമകളാക്കി ഭരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയത് കൊണ്ടാണ് ആ നാട് തന്നെ പിരിഞ്ഞുപോയത്. അതിനുശേഷമെങ്കിലും പാകിസ്ഥാൻ മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പാകിസ്ഥാന്റെ ചരിത്രം തന്നെ അതിനുശേഷമായിരുന്നു മാറാൻ തുടങ്ങിയത്. ഈ പാകിസ്ഥാന്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്നത് അമേരിക്കയായിരിക്കും. കാരണം അൽ ഖ്വയ്ദ ഈ അഫ്ഗാനിസ്ഥാനിലുള്ള മുഴുവൻ തീവ്രവാദത്തെയും നശിപ്പിക്കും എന്ന് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനെതിരെ നടപടികൾ എടുക്കുകയും അതേസമയം അമേരിക്കയ്ക്ക് സപ്പോർട്ടായും പല കാര്യങ്ങൾ ചെയ്തു. ഇതിൽ പാകിസ്ഥാന് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായതായി നിങ്ങൾ കരുതാം. കാരണം പല $1 മില്യൺ വിലമതിക്കുന്ന സഹായം, പുതിയ ആയുധങ്ങൾ പാകിസ്ഥാനിലേക്ക് വന്നു. പക്ഷെ ഇതിൽ പറയപ്പെടാത്ത ഒരു കാര്യം, 85,000 പാകിസ്ഥാൻ സോൾജേഴ്സ്, ആരോ നടത്തുന്ന യുദ്ധത്തിൽ 85,000 പാകിസ്ഥാൻ സോൾജേഴ്സിനെ പാകിസ്ഥാൻ നഷ്ടപ്പെടുത്തി അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രം. അത് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനെ വിട്ട് അമേരിക്ക പുറത്തേക്ക് വന്നു. എന്നാൽ അവർ അവിടെ പോയി സേഫ് ആയിരിക്കുന്നു. പക്ഷെ പാകിസ്ഥാൻ ചെയ്ത സഹായം കാരണം കൂടുതലും ബുദ്ധിമുട്ടുന്നത് അതേ പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ ബോർഡറിൽ മാത്രം 23 തീവ്രവാദ സംഘടനകൾ ഈ പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 23 സംഘടനയെയും ഇപ്പോഴും പാകിസ്ഥാനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് മാത്രമാണ്. അടുത്തത് പാകിസ്ഥാനുള്ളിലേക്ക് വരികയാണെങ്കിൽ തെഹ്രീക്ക് താലിബാൻസ്, ഇവർ പാകിസ്ഥാൻ താലിബാൻസ് എന്നും പറയാം. ഇവരൊരു സ്ട്രക്ചറാണ്, ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് അല്ല. ഇവരുടെ ഒരു കുടയ്ക്ക് കീഴിലാണ് 64 ഗ്രൂപ്പ് ഉള്ളത്.
ഒന്നോ രണ്ടോ അല്ല. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിൽ തന്നെ 23 ഗ്രൂപ്പേ ഉള്ളൂ. എന്നാൽ തെഹ്രിക്ക് താലിബാൻസ് എന്ന സംഘടനയ്ക്ക് കീഴിൽ 64 ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാവരും ഈ തെഹ്രിക്ക് താലിബാൻസ് പറയുന്നതായിരിക്കും കേൾക്കുന്നത്. ഓരോ സംഘടനയ്ക്ക് കീഴിലും കുറഞ്ഞത് 6000 പേരെങ്കിലും ഉണ്ടാകും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോ ഈ 64നും ചേർത്ത് നോക്കിയാൽ കണക്കൊക്കെ വളരെ വലുതായിരിക്കും. ഇവരെ കൊണ്ടാണ് കൂടുതൽ ആക്രമണങ്ങളും പാകിസ്ഥാനിൽ ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ ആർമിക്കെതിരെ, പാകിസ്ഥാന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെതിരെ പോരാടുന്നതിൽ പ്രധാന പങ്ക് ഇവർക്കുണ്ട്. ഇവർ നല്ലവരാണോ മോശപ്പെട്ടവരാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ യൂട്യൂബ് അൽഗോരിതം അനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനേ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല, നോട്ടിഫിക്കേഷൻ പോകില്ല, പല പ്രശ്നങ്ങളുണ്ടാകും. എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞേ പറ്റൂ. ഈ തെഹ്രിക്ക് താലിബാൻസ് എന്ന ഗ്രൂപ്പാണ് പാകിസ്ഥാന് വലിയ തലവേദനയായി മാറുന്നത്. പാകിസ്ഥാനിൽ നടക്കുന്ന ഒരുപാട് ആത്മഹത്യക്ക് ഇവരാണ് പ്രധാന കാരണം. അഫ്ഗാനിസ്ഥാൻ താലിബാൻസിന്റെ സഹായം ഡയറക്റ്റ് ഈ തെഹ്രിക്ക് താലിബാൻസിനുണ്ട്. അടുത്തതാണ് അൽ ഖ്വയ്ദ. അൽ ഖ്വയ്ദയെ സംബന്ധിച്ച് ഇവരെ കുറിച്ച് ഒരുപാടൊന്നും സംസാരിക്കാൻ കഴിയില്ല. ഇന്നും ആക്റ്റീവായി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിലെ ചില സ്ഥലങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഇവർ നടത്തുന്നതാണ്. മൂന്നാമതായി ഉള്ളത് ISK, ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് ഖൊറസാൻ. 2015 ഈ ഒരു സംഘടന പ്രവർത്തനത്തിൽ വരുന്നത്. ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ആ നാട്ടിലെ ഇൻഫ്ലുവൻസ് ഉള്ളവർ വഴി നടത്തുന്ന ഒരു സംഘടനയാണിത്. ഈ സംഘടനയുടെ മുഴുവൻ സ്ട്രെങ്ത് തന്നെ 4500-ൽ കൂടുതൽ വരും. ഇപ്പോ ആക്റ്റീവായി പാകിസ്ഥാനിൽ ഇവർ ഉണ്ടെന്ന് പറയുന്നു. ഇതാണ് ആദ്യത്തെ 3 പൊസിഷനിൽ നിൽക്കുന്ന സംഘടനകൾ. ഇതുകൂടാതെ ബലോച്ച് ലിബറേഷൻ ആർമി, BLA എന്ന് പറയും. ഇതുകൂടാതെ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലുള്ള സംഘടനകൾ. ഇങ്ങനെ ആ 3-ന് താഴെ 17 സംഘടനകൾ ഓരോ കാറ്റഗറിയായി ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് കൂടും. ആദ്യത്തെ ഈ 3 സംഘടനയും പാകിസ്ഥാനെ ഇപ്പോൾ ചില്ലായി തകർക്കുകയാണ്. കഴിഞ്ഞ 2023-ൽ മാത്രം ഇവർ ചെയ്ത ആക്രമണത്തിൽ 64 ആർമി ഒഫീഷ്യൽസ്, പ്രധാനപ്പെട്ട ആർമി ഒഫീഷ്യൽസ് മരിക്കുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് പാകിസ്ഥാനിൽ സ്റ്റേബിളായ ഒരു ഗവൺമെന്റ് ഇല്ല. ഞങ്ങൾക്ക് ഒരു ഭാഗം തരിക, ഞങ്ങൾക്കൊരു പ്രത്യേക ഭാഗം തരികയാണെങ്കിൽ ഞങ്ങൾ അത് ഭരിക്കാമെന്ന് ഒരു വിഭാഗം പ്രശ്നമുണ്ടാക്കുന്നു. അതിലും പ്രധാനമായി ഈ ISK എന്ന സംഘടന ചൈനീസിന്റെ ഇൻഫ്ലുവൻസിന് എതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. ചൈനയിലെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പാകിസ്ഥാനിൽ കൂടി വരികയാണ്. അതെല്ലാം നശിപ്പിക്കണം, അതിനെ വളരാൻ അനുവദിക്കരുത് എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം ISKയ്ക്കുണ്ട്. ബലോച്ച് ലിബറേഷനും അത് തന്നെയാണ്. അവരൊരു പ്രത്യേക നാടാക്കി മാറ്റണം. എന്നാൽ അവർ പ്രത്യേകം പാകിസ്ഥാനിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണെങ്കിൽ അന്ന് പാകിസ്ഥാൻ വീണ്ടും പല ചില്ലുകളായി പൊട്ടും. കാരണം ബലൂചിസ്ഥാൻ എന്നത് പാകിസ്ഥാൻ ഉള്ളതിൽ വെച്ച് വലിയൊരു പ്രവിശ്യയാണ്. പാകിസ്ഥാനിൽ ഒരുപാട് റവന്യൂ നൽകുന്ന ഒരു പ്രവിശ്യം അത് തന്നെയാണ്. ഇത്രയും സംഘടനകൾ ഉണ്ടായതിന് കാരണം തന്നെ പാകിസ്ഥാനാണെന്ന് ഒരുപാട് പേർ പറയും. ഒരു നാടിനുള്ളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നുണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊരു നാടായിരിക്കുമെന്ന്. ഇപ്പോൾ ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണം നടത്തുന്നുവെന്നുണ്ടെങ്കിൽ അതിന് കാരണം പാകിസ്ഥാൻ എന്ന് പറയും. അമേരിക്കയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊരു നാടിനെ പറയും. എന്നാൽ പാകിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾക്ക് മറ്റാരെയും അവർക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. അതിന് മൂല കാരണം പാകിസ്ഥാൻ മാത്രമാണ്. എന്നാണോ അവർ ഇന്ത്യയെ നശിപ്പിക്കണം എന്ന് ചിന്തിച്ച് തീവ്രവാദത്തെ വളർത്താൻ ശ്രമിച്ചത്, അവർക്ക് ഫണ്ടിങ് നടത്താൻ തുടങ്ങിയത്, അന്ന് തന്നെ അവർ ഒരു കാര്യം മനസ്സിലാക്കിയില്ല. എന്ന് തന്നെ ആയാലും ഇതേ കാര്യം നമുക്ക് തന്നെ തിരിയുമെന്ന്. നമ്മൾ ഏത് കാര്യത്തെയാണോ കൂടുതലായും സപ്പോർട്ട് ചെയ്യുന്നത്, കൂടുതലായും നമ്മൾ ആദരിക്കുന്നത്, അത് തന്നെയായിരിക്കും നമുക്ക് തിരികെ വരിക. അത് നല്ലതായിരുന്നാലും മോശമായിരുന്നാലും. ഇന്ത്യയെ നശിപ്പിക്കണമെന്ന് പല സംഘടനകളെ രൂപപ്പെടുത്തി അതിനെ വളർത്തിയെടുത്തു. ഇന്ത്യക്കുള്ളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചു. എന്നാൽ അങ്ങനെ നിങ്ങൾ വളർത്തിയെടുത്ത ചില സംഘടനകൾ ഇന്ന് പല 100ആയി മാറുകയും നിങ്ങളുടെ നാടിനുള്ളിൽ അതൊരു വിശ്വരൂപം എടുത്ത് നിങ്ങളുടെ നാടിനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ നാടിനെ ഇതിനു ശേഷവും രക്ഷിക്കണം, ഇതിനു ശേഷമെങ്കിലും നല്ല വഴിക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ സംഘടനയെല്ലാം നശിപ്പിച്ചിട്ട് ഇത് കഴിഞ്ഞ് ഇന്ത്യയുമായി യാതൊരു പ്രശ്നവുമില്ലാതെ സമാധാനപരമായി പോവുകയാണെങ്കിൽ നിങ്ങളുടെ നാടിനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും. അതല്ല ഇനിയും ഇന്ത്യയെ എതിർക്കുന്നതാണ് എന്റെ പ്രധാന ലക്ഷ്യം എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ പാകിസ്ഥാനെ രക്ഷിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഈ എല്ലാ സംഘടനയും ചേർന്ന് പാകിസ്ഥാനെ ശിഥിലമാക്കും. വീഡിയോയുടെ അവസാനം ചോദിക്കുന്നത്, തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന നാട് എങ്ങനെയാകും എന്നുള്ളതിന് വളരെ നല്ലൊരു ഉദാഹരണമാണ് പാകിസ്ഥാൻ. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.